CMRL എക്സാലോജിക് കേസ്. ഇതിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ നീക്കം വലിയ വാർത്തയാണ്, വലിയ ചർച്ചാ വിഷയമാണ്. ഈ കേസിന്റെ മെരിറ്റും ഡിമെരിറ്റും വളരെ വിശദമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ലെഫ്റ്റ് റൈറ്റ് വോയിസ് ആദ്യമേ പറയട്ടെ, ഇറ്റ് ഈസ് എ പൊളിറ്റിക്കൽ കേസ്. എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് എത്തിക്കാൻ നോക്കുന്ന പല കേസുകളുടെ നമ്മുടെ സ്വർണ്ണക്കടത്ത്, നയതന്ത്ര ചാനൽ വഴി മുതൽ ഇങ്ങോട്ട് ഈന്തപ്പഴം, ഖുറാൻ വഴി സ്വർണ്ണക്കടത്ത്, ബിരിയാണി ചെമ്പിൽ കടത്തി തുടങ്ങി ഇങ്ങോട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും പെടുത്താൻ നോക്കിയിട്ട് കാലം കുറയായി. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ, ED ഉൾപ്പെടെയുള്ളവർ, കസ്റ്റംസ്, NIA തുടങ്ങി CBI തുടങ്ങി പലതും ഒന്നും ഒരു തെളിവും ഒന്നിലും കണ്ടെത്താൻ കഴിയാതെ അതെല്ലാം ഈ ബലൂൺ പൊട്ടുന്നത് പോലെ പൊട്ടിപ്പോയി. ഏറ്റവും ഒടുവിലത്തേതാണ് ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ മകളെ പിടിച്ചിട്ട് മുഖ്യമന്ത്രിയിലേക്ക് എത്താൻ പറ്റുമോ എന്ന് നോക്കുക. ഇതും പരാജയപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തുകൊണ്ട് ഇതൊരു പൊളിറ്റിക്കൽ, പ്രതിപക്ഷ നേതാക്കളെ കൊടുക്കാനുള്ള പൊളിറ്റിക്കൽ ആയുധമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരിക. കരിമണൽ കർത്ത എന്നറിയപ്പെടുന്ന ശശിധരൻ കർത്തയുടെ CMRL ആർക്കൊക്കെ പണം കൊടുത്തിട്ടുണ്ട്? ഒട്ടേറെ പേർ കൊടുത്തിട്ടുണ്ട്. വാങ്ങിയെന്നവരൊക്കെ സമ്മതിച്ചിട്ടുണ്ട്. അതാദ്യമേ പറയട്ടെ. ഈ മാസപ്പടി ഡയറി എന്ന് പറയുന്ന മനോരമ പൊക്കിക്കൊണ്ടുവന്ന അതാണല്ലോ മാസപ്പടി. അതിൽ ചില പേരുകളുണ്ട്, ചുരുക്കപ്പേരുകൾ. എന്തൊക്കെയാണ്? PV, PK, OC, RC. ലക്ഷങ്ങൾ, കോടികൾ കൈമാറിയെന്നാണ് പറയുന്നത്. ഈ PV പിണറായി വിജയനാണെന്നൊരു വലിയ ക്യാമ്പയിൻ നടന്നു. അപ്പോൾ പിണറായി വിജയൻ പറഞ്ഞു, ആ PV ഞാനല്ല, അങ്ങനെ തെളിയിക്കാമെങ്കിൽ തെളിയിച്ചു, ഞാനൊന്നും വാങ്ങിയിട്ടില്ല കർത്തയിൽ നിന്നും CMRൽ നിന്നും, അതുകൊണ്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ചോളൂ എന്ന് പറഞ്ഞ് അത് ഷൂ ആയി. പിണറായി വിജയൻ CMRൽ നിന്ന് പൈസ വാങ്ങിയിട്ടില്ല എന്ന് സ്ഥിരീകരിക്കപ്പെട്ടു. ഇനി RC ആരാണ്? രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തല പരസ്യമായിട്ട് സമ്മതിച്ചു CMRൽ നിന്ന് പണം കിട്ടിയിട്ടുണ്ട്. അത് എത്ര കിട്ടിയെന്ന് ഇപ്പോൾ ഓർമ്മയില്ല, അത് പാർട്ടി ഫണ്ടായിട്ട് കൂട്ടിയാൽ മതി എന്ന് പറഞ്ഞ് ഊരിപ്പോയില്ല, കാശ് വാങ്ങി സമ്മതിച്ചു. OC ഉമ്മൻചാണ്ടി മരിക്കുന്നവരെ ഇങ്ങനെ ആരോപണം വന്നപ്പോഴും പൈസ വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അപ്പം അതിൻ്റെ അർത്ഥം വാങ്ങിയിരുന്നു എന്നാണല്ലോ. പാർട്ടിക്കോ സ്വന്തമായിട്ടോ അത് വേറെ കാര്യം. പിന്നെ PK കുഞ്ഞാലിക്കുട്ടി ജീവിച്ചിരിപ്പുണ്ട് ഇപ്പോഴും, മുസ്ലിം ലീഗ് നേതാവ്. PK കുഞ്ഞാലിക്കുട്ടി ഈ നിമിഷം വരെ ഞാൻ പൈസ വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതെല്ലാം ചാക്കിലാണ് കൊണ്ടു കൊടുത്തത്, രേഖയില്ല, ഭാഗ്യരേഖയിലല്ല ഈ പണങ്ങൾ കൈമാറിയത്. ഇവിടുത്തെ മാധ്യമ സ്ഥാപനങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കും ഉൾപ്പെടെ 10-18 കോടി രൂപയോളം CMRൽ നിന്ന് ശശിധരൻ കർത്ത കൊടുത്തിട്ടുണ്ട്. അതും ചാക്കിലാണ് കൊടുത്ത, ബാങ്ക് വഴിയല്ല. ഈ മനോരമ ഉന്നയിച്ച ആരോപണം, മാസപ്പടി എന്നുന്നയിച്ച ആരോപണത്തിൽ ഈ മാസപ്പടി ശരിക്കും വാങ്ങിയത് ആരാണ്? മാസപ്പടി എന്ന് പറയുന്നത് അഴിമതിപ്പണമാണ്. അഴിമതിപ്പണം ബാങ്ക് വഴി കൈമാറുമോ? ഇല്ല. എന്നാൽ വീണ വിജയന്റെ കമ്പനിക്ക് എക്സാലോജിക്കിന് 1.72 കോടി രൂപ ബാങ്ക് വഴിയാണ് കൈമാറിയിരിക്കുന്നത് സേവനത്തിനുള്ള പ്രതിഫലമായിട്ട്. എക്സാലോജിക്ക് പറഞ്ഞിട്ടുണ്ട് CMRലിന് സേവനം കൊടുത്തിട്ടുണ്ട്, മെയിൻ്റനൻസ് സേവനം കൊടുത്തിട്ടുണ്ട്, അതിന്റെ കൂലിയാണ് ബാങ്ക് വഴി തന്നത്. CMRലും കർത്തയുടെ കമ്പനിയും പറഞ്ഞിട്ടുണ്ട് എക്സാലോജിക്കിന്റെ സേവനം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ കൊടുത്ത ആളിനും വാങ്ങിയ ആളിനും പരാതികളില്ല. എല്ലാ കൈമാറ്റവും ബാങ്ക് വഴി. ഈ 1.72 കോടി രൂപ, 1.72 കോടി രൂപയുടെ കൈമാറ്റം ബാങ്ക് വഴി. അതിന് കൃത്യമായ രേഖകളുണ്ട്. അതിന് നികുതിയും GSTയും ചരക്ക് സേവന നികുതിയും മറ്റേ ആദായ നികുതിയും അടച്ചിട്ടുണ്ട്. എല്ലാം ബാങ്ക് വഴി ചെയ്തിട്ടുണ്ട്. സുതാര്യമാണ്, ട്രാൻസ്പെറന്റ് ആണ്. അങ്ങനെ ഒരു കേസിലാണ് സേവനം കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആർക്ക്? കരിമണൽ കർത്തയുടെ കമ്പനിക്ക് സേവനം എക്സാലോജിക്കിന്റെ വീണയുടെ കമ്പനി കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ഇൻഹൗസ് അന്വേഷണം നടത്തിയിട്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കണ്ടെത്തിയിട്ട് കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. ഈ കേസ് എവിടെ എത്തുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ.
ഇറ്റ് ഈസ് പൊളിറ്റിക്കൽ. പിണറായി വിജയനെ കൊടുക്കാൻ പറ്റുന്ന അവസാനത്തെ ഒരു ആയുധം പുറത്തെടുക്കുക ഈ ഇലക്ഷൻ കാലയളവിൽ. ഇപ്പം സെക്രട്ടേറിയറ്റിൽ സൂസി സമരം നടക്കുന്നത് പോലെ തന്നെ മറ്റൊരു നിയമപരമായ ഒരു കരുനീക്കമാണ് ഈ പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള കമ്പനികാര്യ മന്ത്രാലയത്തിൻ്റെ കെയർ ഓഫിൽ SFIO നടത്തുന്നത്, ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്നത്. ഇനി ഇതിനകത്തെ വൈരുദ്ധ്യങ്ങൾ ഇപ്പം എന്തുകൊണ്ട് ഇത് പുറത്തു വിട്ടു, ഇങ്ങനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു, അത് രാഷ്ട്രീയ നാടകമാണ്. മധുരയിൽ പാർട്ടി കോൺഗ്രസ് നടക്കുന്നു, പിണറായി വിജയന് ഒരു ടേം കൂടെ പ്രായപരിധി ഇളവ് കൊടുക്കുന്ന തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു. ഈ സമയത്ത് ഒരു വെടി പൊട്ടിക്കുക, പിണറായി വിജയനെയും LDF സർക്കാരിനെയും കുരുക്കാൻ പറ്റുന്ന ഒരു ആയുധം പുറത്തിടുക. അല്ലെങ്കിൽ ഡൽഹി ഹൈക്കോടതി പരിഗണിക്കുന്ന ഈ കേസിൽ അതിന് വിധി പറയാനിരിക്കെ ഇപ്പൊ കേന്ദ്ര സർക്കാരിന്റെ ഒരു സ്ഥാപനം ഇങ്ങനെ ഒരു വാർത്ത ലീക്ക് ചെയ്ത എന്തിനാണ്? ഇറ്റ് ഈസ് പൊളിറ്റിക്കൽ. വന്നത് എവിടെയാണ് ഇത് ലീക്ക് ചെയ്ത് വന്നതിന്റെ ചില ഭാഗങ്ങൾ? അത് ഏഷ്യാനെറ്റ് ആരുടേതാണ്? അത് രാജീവ് ചന്ദ്രശേഖറിന്റെ ചാനലാണ്. അതിന്റെ മുതലാളി രാജീവ് ചന്ദ്രശേഖറാണ്. ഈ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആരാണിപ്പോൾ? ഈ രാജീവ് ചന്ദ്രശേഖറാണ്. അപ്പൊ കേന്ദ്രത്തിൽ പിടിയുള്ളയാണ് ആര്? രാജീവ് ചന്ദ്രശേഖർ. അപ്പൊ ഇത് വന്ന വഴി നമുക്ക് ഊഹിക്കാമല്ലോ. പിന്നെ മറ്റ് മാധ്യമങ്ങളെല്ലാം മാപ്പറകളെല്ലാം ഏറ്റെടുത്തു. ഇതാണ് ഇതിന്റെ കാര്യം. ഇത് ഡൽഹി ഹൈക്കോടതിയിൽ ഈ കേസ് പരിഗണനയിലിരിക്കുകയായിരുന്നു. വിചാരണ കഴിഞ്ഞു, വിധി പറയാൻ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു കേസ്. അപ്പതാ ആ ജഡ്ജിയെ അവിടുന്ന് സ്ഥലം മാറ്റി. വിധി പറയാനിരുന്ന ജഡ്ജിയെ സ്ഥലം മാറ്റി. അദ്ദേഹം സ്ഥലം മാറി പോകുമ്പോൾ പറഞ്ഞ് ഈ കേസ് മറ്റൊരു ജസ്റ്റിസിനെ ഏൽപ്പിക്കണമെന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് അദ്ദേഹം കത്ത് നൽകുകയും ചെയ്തു. അത് പ്രകാരം മറ്റൊരു ജഡ്ജിയെ ഇപ്പോൾ കേസ് വിധി പറയാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ വിധി പറയാനുള്ളതിന് ഇനി ജൂലൈയിലാണ് ഡേറ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 4 മാസം, മെയ്, ജൂൺ, ജൂലൈ 3 മാസം, ഏപ്രിൽ ഉൾപ്പെടെ 4 മാസം കഴിഞ്ഞ് ഇതിന്റെ വിധി വരുള്ളൂ. അപ്പോൾ ഡൽഹി ഹൈക്കോടതി CMRL കൊടുത്ത കേസിലാണ് ഡൽഹി ഹൈക്കോടതി വിചാരണ പൂർത്തിയാക്കിയിട്ട് ഇപ്പൊ കേസ് വിധി പറയാൻ വെച്ചത്. അപ്പോൾ വിധി പറയാൻ വെച്ച ഒരു കേസിൽ, വിചാരണ പൂർത്തിയായ ഒരു കേസിൽ അതിനിടയിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അന്വേഷണം നടത്തി പ്രോസിക്യൂട്ട് ചെയ്യുമെന്ന് പറയുന്നത് തന്നെ നിയമപരമായി ഒരു മാന്യമായ ഇടപാടല്ല, നടപടിയല്ല. ഈ കേസിന്റെ വിധി വരുന്നവരെ SFIOയ്ക്ക് മാന്യമായിട്ട് കാത്തിരിക്കാമായിരുന്നു. അതുപോലും ചെയ്യാതെ ഇപ്പൊ ഇത് പുറത്തു വിട്ടത് എന്താണെന്ന് വെച്ചാൽ, ഇലക്ഷൻ വരുന്നു, LDF സർക്കാർ മൂന്നാമതും അധികാരത്തിൽ വരാൻ സാധ്യത. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ ബോംബ് പൊട്ടിക്കുക, കേന്ദ്ര ഏജൻസിയെ കൊണ്ട്, ഇപ്പൊ EDയെ കൊണ്ട് ചെയ്യിക്കുന്ന പോലെ. ഈ കേസ് EDയെ പരമാവധി അന്വേഷിച്ചാണ് വീണ വിജയന്റെ ഈ കേസ്, എക്സാലോജി കേസ്. ED തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മുട്ടി എല്ലാം ഇരകീറി പരിശോധിച്ചിട്ടും വീണ വിജയനെതിരെ, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയോ മുഖ്യമന്ത്രിക്കെതിരെയോ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയോ ഒരു തെളിവും ശേഖരിക്കാൻ EDക്ക് കഴിഞ്ഞിട്ടില്ല. അവിടെയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനെ കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ കെയർ ഓഫിൽ ഇതിനകത്ത് പിടിച്ചു കൊണ്ടുവരുന്നത്. എവിടെയെങ്കിലും രാഷ്ട്രീയമായിട്ട് ദ്രോഹിക്കുക. ഇതാണ് ഈ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ളടക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ അന്വേഷിച്ചിട്ട് ഒന്നും കണ്ടെത്താത്ത ഒരു കേസ്. ഇനി തിരിച്ചു ചോദിക്കട്ടെ, സുരേന്ദ്രൻ, സ്ഥാനമൊഴിഞ്ഞ BJP സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രനോട് എതിരെയുള്ള കൊടകര കള്ളപ്പണ കേസ് എല്ലാ തെളിവുകളുമുണ്ട്. കേരള പോലീസിന്റെ പ്രത്യേക ടീം അന്വേഷിച്ചു. പിന്നെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസായതുകൊണ്ട് കേരള സർക്കാരിന് പോലീസിനോ അന്വേഷിക്കാൻ അധികാരമില്ല. അത് കേന്ദ്രത്തിൽ EDയാണ് അന്വേഷിക്കേണ്ടത്. കേരള പോലീസ് സർവ്വ റെക്കോർഡ്സും രേഖകളും EDക്ക് കൈമാറി സുരേന്ദ്രനെതിരെയുള്ള കേസിൽ. ഇന്നുവരെ സുരേന്ദ്രനെ ED ഒന്ന് ഫോൺ വിളിച്ചിട്ട് പോലും ചോദിച്ചിട്ടില്ല, നിങ്ങളുടെ ഒരു കേസെടുക്കാൻ ന്യായമുണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടില്ല. എന്താ ചോദിക്കാത്തത്? അതിന് കുഴപ്പമൊന്നുമില്ല. അതൊന്നും മാധ്യമ വാർത്തയാവത്തില്ല. ഇവിടെ വീണ തൈക്കണ്ടിയിൽ ഒരു ബാങ്ക് വഴി നടത്തിയ ഒരു ട്രാൻസ്ഫർ സുതാര്യമായ ഇടപാട്, എന്നിട്ട് അതിന്റെ പേരിൽ കേസെടുക്കുക. ഇത് മറ്റൊന്ന്, നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ കേസിൽ സോണിയാഗാന്ധിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ലോക്സഭയിലെ രാഹുൽ ഗാന്ധിയും പ്രതികളാക്കപ്പെട്ട് ജാമ്യമെടുത്ത് കോടതിയിൽ പോയി ജാമ്യമെടുത്ത് പുറത്ത് നിൽക്കുകയാണ്. പ്രതിപട്ടികയിൽ ചേർക്കപ്പെട്ടിട്ട്. ഇപ്പൊ മുഖ്യമന്ത്രി പ്രതിപട്ടികവരെയാണ് രാജിവെക്കണം എന്ന് പറയുന്നതിന് ന്യായമുണ്ട്. ഇവിടെ ഇതേ രാഹുൽ ഗാന്ധി ക്യാബിനറ്റ് റാങ്കോടെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായിട്ട് വിലസുകയാണ്. അങ്ങനെയുള്ള രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണം ഈ കേസിന്റെ പേരിൽ എന്ന് പറയാൻ വല്ല ധാർമ്മികതയുമുണ്ടോ? എന്തെങ്കിലും ധാർമ്മികതയുണ്ടോ? പിണറായി വിജയൻ ഈ കേസിൽ പ്രതിയല്ല. പിണറായി വിജയന്റെ മകളെയാണ് പ്രോസിക്യൂട്ട് ചെയ്യാൻ SFIO തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ രാജിവെക്കാൻ അവകാശപ്പെടാൻ എന്ത് ധാർമ്മികതയാ ഈ രാജി ആവശ്യപ്പെടുന്നവർക്കുള്ളത്? കോൺഗ്രസ് ആയാലും BJP ആയാലും.
അപ്പൊ ഇത് ഊതി വീർപ്പിച്ച ഒരു കേസാണ്, ഒരു ബലൂണാണ്. അത് ടേന്ന് പൊട്ടുന്ന കാലം വിദൂരമല്ല. പിന്നെ ഇപ്പോൾ ഒരു ഓളം, ഒരു പുകമന സൃഷ്ടിക്കുക, ആ മുഖ്യമന്ത്രിയുടെ മോളെ കേസിൽ പ്രതിയാക്കി ആഘോഷിക്കുകയാണ് മാപ്പറുകൾ. എത്ര നാൾ നിങ്ങൾ ഇത് ആഘോഷിക്കും? ഈ കേസ് നിലനിൽക്കാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത ഒരു കേസാണ്. അതിന് മറ്റ് സപ്പോർട്ടീവായിട്ട് ഏതാനും ദിവസം മുമ്പ് മാത്യു കുഴൽനാടന്റെ ചെവിക്ക് കിൽത്തായ്ക്കും കേരള ഹൈക്കോടതി പിടിച്ചു. അങ്ങനെ വീണയ്ക്കെതിരെ കൊടുത്ത, എക്സാലോജിക്കെതിരെ കൊടുത്ത സർവ്വ ഹർജികളും തള്ളി. എന്നിട്ട് കോടതി പറഞ്ഞു എന്നാണ് ഹൈക്കോടതി കുഴൽനാടനോട് മേലാൽ ഈ കേസ് കൊണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. ഒറ്റ തെളിവും ഹാജരാക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. തെളിവുകളുടെ മുഖ്യമന്ത്രിക്കോ പിണറായി വിജയനോ വീണയ്ക്കോ എതിരെ ഒരു തെളിവും ഹാജരാക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ കേസ് തള്ളുന്നു. കേസെടുത്ത് ചവറ്റുകൂട്ടലിട്ട് തള്ളിക്കളഞ്ഞിട്ട് പിന്നെ ഇളിഫ്യനായിട്ട് കോടതിയുടെ വരാന്തയിൽ നിന്ന് വരാന്തയിൽ വന്ന കുഴൽനാടനോട് മാപ്പറകൾ ചോദിച്ചപ്പോൾ ഉരുണ്ട് കളിക്കുകയാണ്. നാണം കെട്ടിട്ട്. നാണമില്ലേ എന്നാണ് ചോദിക്കേണ്ടത്. അപ്പോൾ ഒരു തെളിവ് ഇന്ന് വരെ തെളിയിക്കാൻ ഇവർക്കെതിരെ ഈ കേസിലെ മുഖ്യമന്ത്രിക്കോ വീണയ്ക്ക് മകൾക്കെതിരെയോ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു അവസ്ഥയിൽ അവസാന പൂഴിക്കടകൻ എടുത്തിരിക്കുകയാണ്. എന്നാലൊന്ന് നാണം കെടുത്തിയേക്കാം. മുഖ്യമന്ത്രിയെ പിടിക്കാൻ വീണ വഴി, മകൾ വഴി ഒരു ലാസ്റ്റ് ഓപ്പറേഷൻ. ഈ പൂഴിക്കടകനും വിജയിക്കാൻ പോകുന്നില്ല എന്ന് ഈ കേസിന്റെ മെരിറ്റ് നോക്കുന്ന ആർക്കും മനസ്സിലാവും. സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാക്കും ഇതിന്റെ മെരിറ്റും ഡിമെരിറ്റ്സും എന്താണ്. അത് ഞങ്ങൾ പ്രേക്ഷകർക്ക് മുമ്പിൽ വെക്കുകയാണ്. ഇതൊരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് മാത്രമാണ്. ദയവായിട്ട് നമ്മുടെ പ്രേക്ഷകർ തിരിച്ചറിയുക. ഈ കേസിന്റെ ഇതുവരെയുള്ള ഡീറ്റെയിൽസ് ആണ് വളരെ ലളിതമായിട്ട് ഞങ്ങൾ പറഞ്ഞത്. ഇതിലെന്തെങ്കിലും തർക്കം നമ്മുടെ പ്രേക്ഷകർക്കുണ്ടെങ്കിൽ ആ പ്രേക്ഷകരെ ഞങ്ങൾ ക്ഷണിക്കുന്നു. ഈ പറഞ്ഞത് കള്ളമാണ്, ഞങ്ങൾ ഇത്രയും നേരം പറഞ്ഞതിൽ വസ്തുതാവിരുദ്ധമാണ് എന്നെന്തെങ്കിലും ഒരു കാര്യം തെളിയിക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ പ്രേക്ഷകരോട് ഞങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങൾ പറയും.